നിങ്ങളോടൊപ്പം തന്നെ ആയിരിക്കുവാൻ ദൈവം എനിക്ക് ജീവനെ നൽകിയിരിക്കുന്നത്. ആമേൻ. വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം ആമേൻ വായിക്കാം. അതിനോട് ചില വാക്യങ്ങൾ കൂടി കർത്താവിൽ ഞാൻ ശരണപ്പെട്ടു വായിപ്പാൻ തക്കവണ്ണം ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആമേൻ പ്രൈസ് ദി ലോർഡ് സ്തോത്രം 34 അധ്യായം അതിൻ്റെതായിരിക്കുന്ന ആമേൻ പ്രൈസ് ദി ലോർഡ് സ്തോത്രം 16 വാക്യം ഒരാൾക്ക് വായിക്കാം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ. അവയിൽ ഒന്നും കാണാതിരിക്കയില്ല. ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്. അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി ചേർത്തത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റേതായിരിക്കുന്ന പുസ്തകം നാം ഒന്ന് പഠിച്ചു നോക്കുമ്പോ പ്രവാചകന്മാരിൽ വലിയ ഗണത്തിൽപ്പെടുന്ന ഒരു പ്രവാചകനാണ് യെശയ്യാവ്. ആമേൻ. അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന മറ്റ് ആമേൻ കാര്യങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഇന്ന് യഹോവയുടെ പുസ്തകമാണ് എന്റെ വിഷയം. ആമേൻ. ഹല്ലേലൂയ. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മളെല്ലാവരും യഹോവയുടെ പുസ്തകം എന്ത് ചെയ്യണം? വായിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് ആമേൻ ഒത്തിരി ആമേൻ കാരണങ്ങൾ നമുക്ക് വായിക്കാനൊക്കെ നമുക്ക് ആമേൻ കഴിഞ്ഞെന്ന് വരാം, കിട്ടിയെന്ന് വരാം. ആമേൻ പ്രൈസ് ദി ലോർഡ്. എങ്കിലും ആമേൻ ഞാൻ പറയട്ടെ, യഹോവയുടെ പുസ്തകത്തിനൊരു പ്രത്യേകത ഉണ്ട്. ആമേൻ. യഹോവയുടെ പുസ്തകം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിൻ്റെതായിരിക്കുന്ന ചരിത്രങ്ങളെല്ലാം അവർക്ക് അത് മനസ്സിലാക്കുവാൻ കാരണമായി തീരും. ആമേൻ. ആകാശവും ഭൂമിയും എന്ത് ചെയ്യും? മാറിപ്പോകും. എങ്കിലോ ആമേൻ ദൈവത്തിന്റെ വചനം, ആമേൻ കർത്താവിന്റെ വചനം ഒരു നാളും എന്ത് ചെയ്തില്ല? മാറിപ്പോകയില്ല. ആകാശവും ഭൂമിക്ക് ഒഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെതായിരിക്കുന്ന വചനം ഒരു നാളും അത് ആമേൻ മാറിപ്പോകയില്ല. അതാണ് ആമേൻ ദൈവവചനത്തിൽ ആമേൻ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. യഹോവയുടെ പുസ്തകത്തിന് അത്രമാത്രം വിലയുണ്ട്. ആമേൻ. ത്യജിക്കുന്നവർക്ക് ഒരു നാശകരമായ കാര്യമാണ്. അത് ഉൾക്കൊള്ളുന്നവന് ദൈവം ഉൾക്കൊള്ളും. ദൈവം സ്നേഹിക്കും, ദൈവം മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്നാണ് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ രാത്രി വേളയിൽ ആമേൻ നമ്മുടെ ആമേൻ മുൻപിൽ ആമേൻ നമ്മുടേതായിരിക്കുന്ന നടുവിൽ ദൈവ സാന്നിധ്യമുണ്ട്. ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഏവരോടും ആമേൻ ചാരത്തും ദൂരത്തുമായിരുന്നു ശ്രമിക്കുന്നവരോട് ഞാൻ പറയുന്നത്, ആമേൻ നിങ്ങൾ അവിടങ്ങളിലായിരിക്കുന്നുവെങ്കിലും ഈ യഹോവയുടെ വിലയേറിയ പുസ്തകം നിങ്ങളൊന്നും ചെയ്യണം, വായിച്ചു നോക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് യഹോവയുടെ പുസ്തകത്തെ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ. അവയിൽ ഒന്നിനും ഇണയില്ലാതിരിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിൻ്റെതായിരിക്കുന്ന വചനമൊന്ന് പറയുന്നുവെങ്കിൽ അതിന് അതിൻ്റെതായിരിക്കുന്ന ആമേൻ വിലയുണ്ട്, അതിൻ്റെതായിരിക്കുന്ന അന്തസത്തയുണ്ട്, അതിൻ്റെതായിരിക്കുന്ന ആമേൻ ഉയർച്ച നമുക്കതിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. എന്തെന്ന് പറഞ്ഞാൽ ഉയരത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെതായിരിക്കുന്ന മാറ്റമില്ലാത്ത തിരുവചനം നമ്മളെ ഉയർത്തുവാൻ തക്കവണ്ണം കാരണമായി തീരും. ഹല്ലേലൂയ. അവൻ താഴ്ത്തുകയല്ല, ആമേൻ ഉയർത്തുക തന്നെ ചെയ്യുമെന്ന് ദൈവത്തിൻ്റെതായിരിക്കുന്ന വചനം, ദൈവത്തിൻ്റെതായിരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ആത്മാവിന്റെ പുസ്തകം അത് വിളിച്ചു പറയുകയാണ്. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടിവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു. ഹല്ലേലൂയ. എന്തോ നമ്മുടെ ദൈവം വിളി കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളെ കൈക്ക് പിടിച്ച് നടത്തുന്ന ദൈവമാണ്. നാം കാത്തിരിക്കുമ്പോൾ
ആമേൻ ദൈവമായിരിക്കുന്ന കർത്താവ് നമ്മുടെ അരിയിലേക്ക് കടന്നു വരുന്ന നമ്മുടെ കർത്താവാണ്. Praise the Lord. Hallelujah. ഞാൻ അടുത്ത സമയത്ത് ഒരു ഗാനം എഴുതി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവയെങ്കിലേക്ക് ചാഞ്ഞു വന്നു, അവയെങ്കിലേക്ക് ചാഞ്ഞു വന്നു. നാശകരമായ കുഴിയിൽ നിന്നും ദൈവം എന്നെ കോരിയെടുത്തു. നാശകരമായ കുഴിയിൽ നിന്നും ദൈവം എന്നെ കോരിയെടുത്തു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവയെങ്കിലേക്ക് ചാഞ്ഞു വന്നു, അവയെങ്കിലേക്ക് ചാഞ്ഞു വന്നു. യഹോവ എന്റെ ദൈവം, എനിക്ക് മുട്ടുണ്ടാകയില്ല. യഹോവ എന്റെ ദൈവം, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ, പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ എന്നും കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിൽ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിൽ എന്നെ എന്നും നടത്തുന്നു, എന്നെ എന്നും നടത്തുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവയെങ്കിലേക്ക് ചാഞ്ഞു വന്നു, അവയെങ്കിലേക്ക് ചാഞ്ഞു വന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് നോക്കി കാത്തിരിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മളിലേക്ക് അടുത്തു വരും. പ്രൈസ് ദി ലോർഡ്. അതാണ് ആ തിരുവചനത്തിൽ കൂടി പഠിക്കുമ്പോൾ യഹോവയുടെ പുസ്തകം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നിനും ഇണയില്ലാതിരിക്കയില്ല. യഹോവയുടെ ആമേൻ ഭാര്യയിലൊന്ന് സംസാരിക്കുന്നത് യഹോവയുടെ ആത്മാവത്രേ. അത് ആമേൻ സംസാരിക്കുന്നെന്ന് കർത്താവിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. മലാക്കി പുസ്തകം 3:16 ആമേൻ ഒന്ന് വായിക്കാമോ? മലാക്കി പുസ്തകം ആമേൻ 3:16 ഒന്ന് വായിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ ആമേൻ മക്കളെ, ദൈവത്തെ അന്വേഷിക്കുന്നവരെ, ദൈവത്തെ ആമേൻ മുറുകെ പിടിച്ച് ആമേൻ നന്മയ്ക്കായി എന്ന് വിചാരിച്ചു നടക്കുന്നവരെ, ആമേൻ പ്രൈസ് ദി ലോർഡ്, നിങ്ങളെ കുറിച്ച് ദൈവം ഒരു ഹിതപരിശോധന ചെയ്തിട്ട് ആമേൻ ദൈവമായിരിക്കുന്ന കർത്താവ് ആമേൻ ഒരു സ്മരണയുടെ പുസ്തകം ആമേൻ ഉണ്ട്, അതിൽ എഴുതി വച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊക്കെ മറന്നുപോയാലും, നമ്മളെ സ്നേഹിച്ചവർ നമ്മളെ മറന്നു കളഞ്ഞാലും, ആമേൻ പലരും നമ്മളെ ആമേൻ മറന്ന് വിട്ടുകളഞ്ഞാലും യഹോവയുടെ സ്മരണയുടെ പുസ്തകത്തിൽ ആമേൻ അത് എഴുതി വെച്ചിരിക്കും. ദൈവമായിരിക്കുന്ന കർത്താവ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മറന്നു പോവുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവൻ മാറാത്തവനാണ്, അവൻ മറന്നു കളയാത്ത ദൈവമാണ്. ഓ ഹല്ലേലൂയ. അവൻ്റെതായിരിക്കുന്ന സന്നിധിയിൽ നമ്മളെത്തും വരെയും നമ്മളെ കുറിച്ച് ഓർത്ത് അമ്മേ, നമ്മളെ കുറിച്ച് ചിന്തിച്ച് വിചാരപ്പെട്ട് അമ്മേ നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ് ജീവനുള്ള നമ്മുടെ കർത്താവ്. ആമേൻ. കണ്ടോ, നമ്മളൊക്കെ ജീവിച്ചിരിക്കേണ്ടതിന് സ്വന്തം പുത്രനെ ആദരിയാതെ വണ്ണം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നതിന്റെ കാര്യം ആമേൻ എന്നെയും
നിങ്ങളെയും സൈന്യങ്ങളെയും ആയിരിക്കുന്ന ഗോവ ആമേൻ സ്നേഹിച്ചത് കൊണ്ടാണ്. ആമേൻ. ഇപ്പോഴും നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നു? സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. സ്നേഹിപ്പാൻ കഴിയാതെ വണ്ണം നമ്മളായിരിക്കുന്ന സ്വന്തം മാതാപിതാക്കളോ, നമ്മളായിരിക്കുന്ന ഗുരുക്കന്മാരോ, നമ്മളായിരിക്കുന്ന സഹോദര വർഗങ്ങളോ ഒക്കെയും നമ്മൾ ചിലപ്പോൾ മറന്നു വന്നേക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മളെ ഒരിക്കലും മറക്കുന്ന ദൈവമല്ല. ദൈവത്തിന് എങ്ങനെ മറക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് ആമേൻ അകന്നു വിട്ടുമാറി പോകുമ്പോഴും ദൈവം നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. ആമേൻ. അതുകൊണ്ട് ദൈവം നമ്മളെ മറക്കയില്ല. നമ്മൾ പലപ്പോഴും പലതിനാലും നമ്മൾ മറന്നു വന്നേക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ മറക്കും, നമ്മൾ മറന്നിട്ടുണ്ട്. ദൈവം ഒരിക്കലും എന്ത് ചെയ്തില്ല? മറന്നു കളയുകയില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അടിമനുഖത്തിൽ ആമേൻ കുടുങ്ങിക്കിടന്ന തന്റെ ജനത്തെ വിടുവിക്കേണ്ടതിന് മോശെ അവിടേക്ക് പറഞ്ഞു വിടുവാൻ കാരണമായി തീർന്നു. മോശ ആദ്യമൊക്കെ മടിച്ചെങ്കിലും ആമേൻ മോശ നിർബന്ധിതനായി ദൈവത്താൽ ആമേൻ കടന്നു പോകേണ്ടി വന്നു. അതാണ് ആമേൻ നമ്മളെ സകല ഭൂസിമവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ എന്ന് ആ ഗാനത്തിന്റെ വരികൾ എനിക്ക് എഴുതുവാനും ആമേൻ അത് സംഗീതം ചെയ്യുവാനും ദൈവ മഹത്വത്തിനായിട്ട് പാടുവാനും ഒക്കെ ഇന്നും എനിക്ക് ഇടയായിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ ആമേൻ ദൈവ ഒരു സ്നേഹം എന്നിൽ വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ജനത്തെ വിടിപ്പിച്ചു കൊണ്ടുവന്നല്ലേ ചെങ്കടലിന്റെ ആമേൻ പ്രൈസ് ദി ലോർഡ് മുമ്പിൽ വന്നു. ആമേൻ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ കർത്താവ് പറയും മോശെ നിന്റെ കയ്യിൽ എന്ത് വടി, അത് ആമേൻ ചെങ്കടലിന്റെ നേരെ നീട്ടുക എന്ന് പറഞ്ഞവൻ അതുപോലെ നീട്ടി. പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു അനുസരണമുള്ളവനായിരുന്നു മോശ. പ്രൈസ് ദി ലോർഡ്. ഒരു അനുസരണമുള്ളവനാണ്. പറഞ്ഞല്ലോ കർത്താവിന്റെ ദാസൻ ആമേൻ പ്രൈസ് ദി ലോർഡ്. എന്റെ ആത്മീയ സന്തതിയാണെങ്കിലും ഏത് സ്റ്റേജിലും ഏത് ഇടങ്ങളിലും എവിടെ പോയാലും ആമേൻ ഞാൻ കർത്താവിന്റെ ദാസൻ എന്നേ വിളിക്കാറുള്ളൂ. അത് ഞാൻ ആമേൻ പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ വചനവുമായി മുമ്പോട്ട് പോകുന്ന ഏതൊരു കൊച്ചു കുഞ്ഞായാലും ഞാൻ അത് ബഹുമാനത്തോടുകൂടിയേ ഞാൻ വിളിക്കാറുള്ളൂ. കർത്താവ് പറയുന്നത് എന്നെ മാനിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യും? മാനിക്കും. ആമേൻ. എന്നെ ദൈവം മാനിക്കണമെങ്കിൽ, എന്നെ കർത്താവ് അനുഗ്രഹിക്കണമെങ്കിൽ ആമേൻ എന്നെ പോലെ അനേക കർത്താവിന്റെ ദാസന്മാരെ ഞാൻ എന്ത് ചെയ്യണം? മാനിക്കണം, ബഹുമാനിക്കണം. ആമേൻ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. ആമേൻ. ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ ആമേൻ നമുക്ക് കടന്നു വരുമ്പോൾ ദൈവമായിട്ടുള്ളതായിരിക്കുന്ന ആ വിലയേറിയ സന്ദർഭങ്ങളെ നമ്മൾ ഓർത്ത് ആമേൻ അത് കൈമാറുമ്പോൾ, ദൈവസ്നേഹം കൈമാറുമ്പോൾ ആമേൻ അത് വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരും. ഗോഡ് ഈസ് ലവ്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ദൈവം സ്നേഹമാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്നേഹത്തെ നമ്മൾ ഈ ജീവന്റെ ആമേൻ ഈ യഹോവയുടെ പുസ്തകത്തിൽ കൂടി മുന്നോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കാരണമായി തീരണം. ദാനിയേൽ എഴുതിയ പുസ്തകം ആമേൻ ദാനിയേലിന്റെ പുസ്തകം 12:1 വായിച്ചാട്ടെ. ദാനിയേൽ ആമേൻ ദാനിയേൽ 12:1. ആ കാലത്ത് നിന്റെ അമേ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. ആമേൻ പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ പറയുന്നത് ആമേൻ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. നമ്മുടെ ആയിരിക്കുന്ന ആമേൻ ജീവിതത്തിൽ യഹോവയുടെ പുസ്തകത്തിൽ നമ്മളെ കുറിച്ച് ആമേൻ എഴുതുന്നുവെങ്കിൽ നമ്മൾ രക്ഷ പ്രാപിപ്പാൻ കാരണമായി തീരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിചാരിക്കണം, എന്റെ ദൈവമേ, സൈനിക ദൈവമായിരിക്കുന്ന ഗോപേ, നീ നിന്റേതായിരിക്കുന്ന പുസ്തകത്തിൽ ആമേൻ എന്റെ പേര് കൂടി എഴുതിയിരിക്കണമേ.
എന്റെ പേര് കൂടി, എന്റേതായിരിക്കുന്ന കുടുംബത്തിന്റെ പേര് കൂടി, എന്റേതായിരിക്കുന്ന തലമുറകളുടെ പേര് കൂടി ആമേൻ നീ അതിൽ ആമേൻ എഴുത്. ആമേൻ പ്രൈസ് ദി ലോർഡ്. എന്തിനാ? രക്ഷ പ്രാപിപ്പാൻ. നമുക്കൊരു രക്ഷ പ്രാപിക്കണമെങ്കിൽ നമ്മുടേതായിരിക്കുന്ന പേരും ഈ പുസ്തകത്തിൽ എന്ത് ചെയ്യണം? എഴുതണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പേര് കൂടി ആ പുസ്തകത്തിൽ ഒന്ന് എഴുതണമേ എന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് ആമേൻ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിൻ്റെതായിരിക്കുന്ന സ്നേഹം വർദ്ധിച്ചു വരട്ടെ. നിങ്ങളിൽ നിന്ന് ദൈവമായിരിക്കുന്ന കർത്താവിന് മഹത്വം കരയറ്റുമ്പോൾ അവൻ നിങ്ങളെ കാണും. അവൻ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിലേക്ക് ആമേൻ അവൻ കുനിഞ്ഞ് നോക്കി നമ്മളെ ഓരോരുത്തരെയും കാണുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ ഇതെല്ലാം കൂടെ കേട്ട് ആമേൻ വെയിലും മഞ്ഞും മഴയും ഒന്നും കൊള്ളാതെ വണ്ണം ഇങ്ങനെയൊക്കെ മറയൊക്കെ ചെയ്തിരിക്കുന്നുവെങ്കിലും ആമേൻ സ്വർഗമായിരിക്കുന്ന കർത്താവ് അവിടെ നിന്ന് നോക്കുമ്പോൾ ഇതൊന്നും അവനൊരു വിഷയമല്ല. ആമേൻ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവനിതെല്ലാം നഗ്നമായി മലർന്നമായി കാണുവാൻ തക്കവണ്ണം എന്ത് ചെയ്യും? ദൈവത്തിന് കഴിയും. അത് നിങ്ങൾ ആരും ഒരിക്കലും മറന്നു പോകരുത്. ഏത് രഹസ്യങ്ങളും ആമേൻ ദൈവത്തിനത് പരസ്യമായി കാണുവാൻ കഴിവുള്ളവനാണ് എന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദാനിയേലിന്റെ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ വായിച്ചത് എന്താണ്? ആ കാലത്ത് നിന്റെ ജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ആമേൻ പ്രൈസ് ദി ലോർഡ്. കണ്ടോ? അവിടെ മിഖായേൽ എന്ത് ചെയ്യും? എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? ദൈവം നമ്മളെയൊക്കെ കാണുന്നതിനും കേൾക്കുന്നതിനൊക്കെ ഓരോ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ആമേൻ. അപ്പോ അദ്ദേഹം അവിടെ കാണുന്നത് ആമേൻ പിന്നെ കാണുന്നത് അവിടെ പറയുന്നത് എന്താണ്? അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും, അല്ലാത്തവനെല്ലാം പോക്കാം. പ്രൈസ് ദി ലോർഡ്. അല്ലാത്ത ഏതൊരു മഹാനും ഏതൊരു പാമരനായാലും പണ്ഡിതനായാലും കുബേരനായാലും കുചേരനായാലും ആമേൻ യഹോവയുടെ പുസ്തകത്തിൽ പേർ ചാർത്തപ്പെട്ടില്ലെങ്കിൽ ആമേൻ ഇവിടെ പറയുന്നത് പോലെ ആമേൻ ഏവനും എന്ത് ചെയ്യും? ആമേൻ രക്ഷ പ്രാപിക്കാതെ വണ്ണം ആമേൻ നഷ്ടപ്പെട്ടു പോകുവാൻ, തള്ളപ്പെട്ടു പോകുവാൻ, തള്ളിക്കളയുവാൻ ദൈവത്തിന് കാരണമായി ദൈവം കാരണമാക്കി തീർക്കും. അതുകൊണ്ട് ആമേൻ നമ്മുടെ പേര് പുസ്തകത്തിൽ എഴുതി കാണുവാൻ തക്കവണ്ണം ആമേൻ നമ്മൾ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ആമേൻ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. വളരെ അതിവേഗമായി ഞാൻ കടന്നു പോകുകയാണ്. സമയം ഇനി വളരെ ചുരുക്കമാണ് എന്റെ മുമ്പിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിവേഗം മറ്റ് ഉദാഹരണങ്ങൾ ഒത്തിരി എക്സാമ്പിളുകൾ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പറയുവാനായിട്ടുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. ആമേൻ. അതുകൊണ്ട് ഞാൻ അതിവേഗം ആമേൻ കമ്പി വാക്കുകൾ കൂടി തന്നെ ഞാൻ കടന്നു പോകുവാൻ തക്കവണ്ണം കാരണമായി തീരട്ടെ. ആമേൻ. പുറപ്പാട് പുസ്തകം ആമേൻ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ 32 ഒന്ന് വായിക്കാം. 32 രണ്ടാം പുസ്തകം പുറപ്പാട് പുസ്തകം പ്രൈസ് ദി ലോർഡ്. 32. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് എന്താണ്? മായ്ച്ചു കളയണമേ. സ്തോത്രം. ആരെങ്കിലും പറയോ പേര് മായ്ച്ചു കളയാൻ? പറയത്തില്ല. പക്ഷെ ഇവിടെ മോശ പറയുകയാണ്. ആമേൻ. അതിൻ്റെതായിരിക്കുന്ന ചില വാക്യങ്ങൾ നമുക്ക് വായിപ്പാൻ തക്കവണ്ണം കാരണമായി തീരട്ടെ. ആമേൻ. 29 മുതലൊന്ന് വായിച്ചട്ടെ. ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന് നിങ്ങൾ ഇന്ന് ഓരോരുത്തൻ താന്താന്റെ മകനും താന്താന്റെ സഹോദരനും വിരോധമായി യഹോവയ്ക്ക് നിങ്ങൾ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പീൻ. മോശ പറഞ്ഞു. പിറ്റേന്നാൾ മോശ നിങ്ങളൊരു മഹാപാപം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഒരു മഹാപാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കൽ കയറി ചെല്ലും. പക്ഷേ
നിങ്ങളുടെ പാപത്തിനു വേണ്ടി നിങ്ങളുടെ പാപത്തിന് വേണ്ടി പ്രായശ്ചിത്തം പ്രായശ്ചിത്തം വരുത്തുവാൻ എനിക്ക് ഇടയാകുമെന്ന് പറഞ്ഞു. എനിക്ക് ഇടയാകും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ ഈ ജനം മഹാപാതകം ചെയ്ത് ചെയ്തു പോന്നുകൊണ്ട് തങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. കാരണം എന്താണ്? സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന ജീവനുള്ള ദൈവമായ യഹോവയെ തള്ളി കളഞ്ഞിട്ട് അവരെന്ത് ചെയ്തിരിക്കുക? ഒരു മഹാപാതകം ചെയ്തു. അവരൊരു കാളക്കുട്ടിയെ അവരെന്ത് ചെയ്തു? വാർത്തെടുത്തു. ഉണ്ടാക്കപ്പെട്ട അവർക്കൊരു ദൈവത്തെ അവരെന്ത് ചെയ്തു? ആമേൻ, ഉണ്ടാക്കിയെടുത്തു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആമേൻ. അവരോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം എന്ന് പറഞ്ഞ് ആമേൻ അവരൊരു കാളക്കുട്ടിയെ അവരെന്ത് ചെയ്തു? ഉണ്ടാക്കിയെടുത്തു. അതാണ് അവർ ചെയ്ത വലിയൊരു പാപം. സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയെ മറന്നു. എന്റെ ദൈവത്തെ അവരെന്ത് ചെയ്തു? മറന്നു കളഞ്ഞു. ദൈവം ചെയ്ത ഉപകാരങ്ങളെല്ലാം അവരെന്ത് ചെയ്തു? മറന്നു കളഞ്ഞു. മനുജാനീ മറക്കരുതേ മന്നവൻ തൻ ഉപകാരങ്ങൾ, മന്നവൻ തൻ ഉപകാരങ്ങൾ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യരുത്, മറക്കരുത്. ആമേൻ. ചേറ്റില്ലയോ കിടുന്നതോർത്ത് നോക്കിയാൽ നാറ്റുമല്ലയോ അല്ലേ നമ്മൾ ഭാവിച്ചു എൻ ജീവിതം. പക്ഷെ കർത്താവ് അവിടെ നിന്നാണ് നമ്മളെ വലിച്ചെടുപ്പാൻ കാരണമായിരിക്കുന്നത്. ഈ യഹോവയുടെ പുസ്തകമാണ് നമ്മളെ ഓരോരുത്തരെയും അവിടെ നിന്ന് വലിച്ച് കരകയറ്റിയിരിക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നമുക്ക് ആമേൻ ആ ഭാഗത്തേക്ക് മടങ്ങി പോകുവാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലും കഴിയുകയില്ല. ധൂർത്തപുത്രന്റെ കഥ പഠിക്കുമ്പോൾ, ആ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, അവൻ അപ്പന്റെ അരികിൽ നിന്ന് അവകാശങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടവൻ ദൂരത്തേക്ക് എന്ത് ചെയ്തു? അവൻ പോയി. ആമേൻ. അവൻ പോയാറേ ആമേൻ കൂട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കാം. കരങ്ങളിലെ കാശുകളെല്ലാം തീർന്നു തുടങ്ങി. ആമേൻ. കൂട്ടുകാരുടെ ആമേൻ സംഖ്യ കുറയുവാൻ തുടങ്ങി. കാരണം എന്തെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. അവന്റെ കയ്യിലെ പണം ആമേൻ ആമേൻ തീരുന്തോറും കുറയും തോറും ആമേൻ പ്രൈസ് ദി ലോർഡ് അവന്റെ കൂട്ടുകാരുടെ എണ്ണം കുറയാൻ തുടങ്ങി. ഒടുവിൽ എല്ലാവരും അവനെ വിട്ടുപോകുവാൻ കാരണമായി തീർന്നു. അവന്റെ കയ്യിൽ പണമില്ലാതെ വന്നപ്പോൾ. ഹല്ലേലൂയ. ആമേൻ. അതിൻ്റെതായിരിക്കുന്ന പശ്ചാത്തലത്തിൽ സകലരും വിട്ടുപോയി. അവനൊരു ഉപജീവനത്തിന് വേണ്ടി കണ്ടെത്തി. ആമേൻ. അവനൊരു ഉപജീവനം ലഭിച്ചു. ആമേൻ. പന്നിയെ മേയ്പ്പാനും അതിനെ ആഹാരം കൊടുപ്പാനും ഒക്കെ അവന് ഇടയായിത്തീർന്നു. നോക്കുക, വിശന്നു വലഞ്ഞവൻ പിതാവിന്റെ അരികിൽ, പിതാവിന്റെ വീട്ടിൽ നന്നായി ഭക്ഷിച്ച് പാനീയം ചെയ്ത് ആമേൻ അവൻ വിചാരിപ്പാൻ തുടങ്ങി. മാത്രമല്ല അവന്റെ അപ്പൻ്റെതായിരിക്കുന്ന ഭവനത്തിൽ, അവരുടേതായിരിക്കുന്ന ക്യാമ്പസിനകത്ത്, അവരുടെ കാമ്പൗണ്ടിനകത്ത്, അവരുടേതായിരിക്കുന്ന ആമേൻ പ്രൈസ് ദി ലോർഡ് സ്ഥലത്ത് അധ്വാനിക്കുന്നതായിരിക്കുന്ന ആമേൻ പ്രൈസ് ദി ലോർഡ് പണിയെടുത്ത് ഉപജീവനം കഴിക്കുന്ന അനേകം പേരുടെ കാര്യങ്ങൾ അവൻ ചിന്തിപ്പാൻ തുടങ്ങി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ അപ്പന്റെ വീട്ടിൽ എത്രയോ വേലക്കാരുണ്ട്, അവരൊക്കെ സസന്തോഷം ഭക്ഷിച്ച് പാനീയം ചെയ്ത് അവർ സന്തോഷത്തോടെ ആമേൻ ആയിരിക്കുന്നവരെ കുറിച്ച് അവൻ ചിന്തിച്ചു. അവൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു, എനിക്കിനി രക്ഷയില്ല. ഞാൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ ആമേൻ ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കൽ തന്നെ എത്തേണ്ടതിരിക്കുന്നു. എങ്കിലും വാശിയും വൈരാഗ്യങ്ങളൊക്കെ നമ്മുടെ ധരിക്കുന്ന തലമുറകളിലേക്ക് കടന്നു വരും. അനുസരണക്കേട് അവരുടെ ജീവിതങ്ങളിലേക്ക്
പ്രവേശിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യും? അപ്പനെ അമ്മയെ ധിക്കരിച്ചു കൊണ്ടുള്ള യാത്രകള്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതാ ഈ ദൂർത്തുപുത്രൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അവന്റേതായിരിക്കുന്ന ജീവിതത്തിൽ ആകാരത്തിനോ വളരെ, ആമേൻ, അവൻ അലയുന്നവനെ പോലെയായി തീർന്നു. അവന് അല്പം നല്ല ആകാരം കിട്ടിയാൽ കൊള്ളാമെന്ന്, അത് കണ്ടാൽ കൊള്ളാമെന്ന് അവൻ കാക്ഷിച്ചു. പക്ഷേ അതിനൊന്നിനും ഇടവന്നില്ല. ഒടുവിലവൻ, അമേൻ, വാളവിരയെ, അമേൻ, വാരി പട്ടിപ്പാൻ തക്കവണ്ണം തുടങ്ങി. പന്നിക്കുള്ള ആകാരം, ആമേൻ. ഈ ഗതികെട്ടവൻ എന്ത് ചെയ്തു? ഗതികെട്ടപ്പോൾ, ആമേൻ, ആ ഗതികേടിൽ അവൻ ഭക്ഷിച്ചേ മതിയാകൂ. വിശപ്പടക്കുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിച്ചു. അത് വാരി തിന്നുകൊണ്ടിരിക്കുമ്പോഴാ അവന്റെ അപ്പന്റെ വീടിനെ കുറിച്ച് അവൻ ചിന്തിപ്പാൻ കാരണമായി തീർന്നത്. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്തു? ഞാൻ കടന്നു പോകും, എന്റെ അപ്പനോട് ഞാൻ സംസാരിക്കും, ഞാൻ പറയും, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും ഞാൻ എന്ത് ചെയ്തു? പാപം ചെയ്തിരിക്കുകയാണ്. ആമേൻ. തിരുവചനം പഠിക്കുമ്പോൾ, ആമേൻ, ഞാൻ പറയട്ടെ, ഞാൻ അവിടെ അതങ്ങ് വിടുകയാണ്. പാപം ചെയ്തിരിക്കുന്നു അവൻ പറയുമെന്ന്, ഏറ്റു പറയുമെന്ന് അവൻ ഉള്ളിൽ അവൻ എന്ത് ചെയ്തു? ചിന്തിച്ചു. മോശയുടെ, ആമേൻ, കാര്യം ഇവിടെ പറഞ്ഞപ്പോ മോശ പറഞ്ഞു, കർത്താവേ, നീ, ആമേൻ, ആ പുസ്തകത്തിൽ നിന്നു ഇവർ പാപം ചെയ്തു, ഇവർ, ആമേൻ, ചില, ആമേൻ, വിടുതലുകൾ ഇവർക്ക് ചെയ്തില്ലെങ്കിൽ, ഇവർക്ക് അവിടെ നിന്ന് അതിൽ നിന്നൊരു വിടുതൽ നീ കൽപ്പിച്ചില്ലെങ്കിൽ ജീവപുസ്തകത്തിൽ, ആമേൻ, ആ പുസ്തകത്തിൽ നീ എഴുതിയിരിക്കുന്ന, ആമേൻ, എന്റെ പേരെന്ത് ചെയ്യണം? മായിച്ച് കളയണം. പ്രൈസ് ദി ലോർഡ്. അപ്പോ മോശ ഈ ഇസ്രായേൽ ജനത്തെ അത്രത്തോളം എന്ത് ചെയ്തു? സ്നേഹിച്ചു. മോശയ്ക്ക് പറയാം, യഹോവേ, നീയാണ് ഇതിന്റെ കാരണക്കാരൻ, ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കിച്ചത് കർത്താവേ നീയാണ്. ഞാൻ അന്ന് നിന്നോട് പറഞ്ഞതാ, ഞാൻ മിസ്രൈമിൽ പോകത്തില്ല. ആമേൻ. ഞാൻ ശേഷിയില്ലാത്തവനാണ്, വിക്കനായ, ആമേൻ, നാവുള്ളവനാണ്, തടിച്ച നാവുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒക്കെയും നീ നിർബന്ധിതനാക്കി എന്നെ അവിടേക്ക് പറഞ്ഞയച്ചു. കാര്യങ്ങളൊക്കെ ക്രമീകരണമായി നീ ആഗ്രഹിച്ചതുപോലെ, ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല, സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ ആഗ്രഹിച്ചതുപോലെ മിസ്രൈമിൽ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോയ തങ്ങളായിരിക്കുന്ന ജനത്തെ തന്നെ ആരാധിക്കേണ്ടതിന്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, കൂട്ടിവരുത്തേണ്ടതിന് നീ എന്നെ അയച്ചു. ഞാൻ പോയി അവിടെ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുവന്നു. ആമേൻ. കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ആമേൻ. ഇപ്പോൾ നീ ഈ ജനത്തെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുമെന്നും നീ അവരെ കഷ്ടതയിലാക്കുമെന്നും ഒക്കെ പറയുന്ന സ്ഥാനത്ത്, ആമേൻ, മോശ പറയുന്നു, അങ്ങനെയെങ്കിൽ ഞാൻ എന്തിനവരെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്നു? നീ എന്തിനെ അവിടേക്ക് അയച്ചു? നീ എന്റെ കൂടെ എന്തിനങ്ങനെ ഇരുന്നു? ആമേൻ, പ്രൈസ് ദി ലോർഡ്. സംസാരിക്കേണ്ടതിന് സംസാര ശേഷി എനിക്ക് നന്നായി ഇല്ലാത്ത എന്റെ നാവിന്മേൽ നീ കൂടെയിരിക്കുമെന്ന് പറഞ്ഞ് എന്റെ നാവിലിരുന്ന് പറവനോട്, ആമേൻ, സംസാരിച്ചു. ആമേൻ, ദൈവത്തിൻ്റെതായിരിക്കുന്ന, ആമേൻ, പ്രവർത്തികൾ ആ ദേശത്ത് അയച്ചു. ഒടുവിൽ ഫറവോൻ പറഞ്ഞു, ഈ ജനത്തെ എല്ലാം കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യണം? അങ്ങ് പൊക്കോളണം, ഇവിടെ നിന്ന് ഇവരെല്ലാം ഒന്നുപോലും കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും അവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്നത് പോലെ മിസ്രൈമിൽ കിടന്ന ഇസ്രായേൽ ജനം എല്ലാം അവിടം വിട്ട് കടന്നു വരുവാൻ കാരണമായി തീർന്നു. ചെങ്കടൽ കരെ താണ്ടി, ആമേൻ, അക്കരയ്ക്ക് കയറി. അവിടെയും ദൈവമായിരിക്കുന്ന കർത്താവ് അവർക്ക് കൂട്ടായിരുന്നു. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് വലിയ കൂട്ടായിരുന്നു. ആമേൻ. ചെങ്കടലിൽ വെച്ച് തന്നെ മിസ്രൈമിലെ സകലവരെയും ശത്രുഗണത്തെയെല്ലാം ചെങ്കടലിൽ ദൈവം താട്ടിക്കളയുവാൻ, കൊന്നുകളയുവാൻ, അവരെ നഷ്ടപ്പെടുത്തി കളയുവാൻ ദൈവത്തിന് ഇഷ്ടം വന്നു. ആ ദൈവം ഇപ്പോൾ പറയുന്നു, ഇസ്രായേൽ ജനമായിരിക്കുന്ന മോശയോട് യാത്ര ചെയ്ത് കൊണ്ടിരിക്കുന്ന ഈ ജനത്തെ നശിപ്പിക്കുമെന്ന്. കാരണം എന്തെന്നറിയാമോ? പാപം. കാളക്കുട്ടിയെ ഉണ്ടാക്കി, ആമേൻ, ദൈവത്തെ മറന്നു കളഞ്ഞു. കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ ദൈവമായിട്ട് ആരാധിപ്പാൻ തക്ക വേണം അവർ ആഗ്രഹിച്ചപ്പോ ദൈവം ഇടപെട്ടു. അവിടെയാണ് ദൈവത്തിൻ്റെതായിരിക്കുന്ന ഇടപെടൽ.
നോക്ക, ഓരോ പുസ്തക ചുരുളുകളും നമ്മളൊന്ന് ഹിതപരിശോധന ചെയ്ത് കടന്നു പോകുമ്പോൾ ആ എഴുതിയിരിക്കുന്ന പുസ്തക ചുരുളുകളിൽ എഴുതിയിരിക്കുന്ന അതിൻ്റെതായിരിക്കുന്ന അന്തസത്ത, അതിൻ്റെതായിരിക്കുന്ന സത്യങ്ങളെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഒരിക്കലും ഈ ജീവനുള്ള ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമാണ്. ആമേൻ. ഈ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ ദൈവം നമ്മളെയും സ്നേഹിക്കുന്നവരാണ്. മോശ അവിടെ പറഞ്ഞു, ദൈവമേ, സൈന്യങ്ങൾ ദൈവമായിരിക്കുന്ന യഹോവേ, അങ്ങനെയാണെങ്കിൽ ആമേൻ, ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ട് വന്നു, ഇവരിതെല്ലാം ചെയ്തു, ഇവരോട് ക്ഷമിക്കണം. ക്ഷമിച്ചില്ലെങ്കിൽ നീ എന്റെ പേര് ആ ഈ പുസ്തകത്തിൽ നിന്നും എന്റെ പേര് നീ എന്ത് ചെയ്യണം, മായ്ച്ച് കളയണം. ഹല്ലേലൂയ. അപ്പോ ആമേൻ, മോശ വ്യക്തമായി പറയണം, നീ മായ്ച്ച് കളയണം. ആമേൻ. അവിടെ വായിച്ചോട്ടെ നമ്മളെ. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ. എങ്കിലും അവരുടെ പാപം നീ ക്ഷമിക്കണമേ. അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണം. എന്റെ പേർ മായ്ച്ച് കളയണമേ. അത് 33, 34 കൂടി വായിക്കാം. യഹോവ മോശയോട് എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. എന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ മായ്ച്ചു കളയും. ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്തത് ദേശത്തേക്ക് അരുളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോകാം. ഈ ജനത്തെ നീ എന്ത് ചെയ്യണം, ആ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. എന്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും. എന്നാൽ എന്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കുമെന്ന് അരുളി ചെയ്തു. അടുത്ത വാക്യം കൂടി. അഗരോനുണ്ടാക്കിയ കാളക്കുട്ടിയെ ജനം ഉണ്ടാക്കിച്ചതാകൊണ്ട് യഹോവ അവരെ ദണ്ഡിപ്പിച്ചു. മോശ സീനായി പർവ്വതത്തിന്റെ മുകളിൽ പരപ്പിലേക്ക് കടന്നുപോയി. ആമേൻ. യഹോവയുടെ ആയിരിക്കുന്ന കൽപ്പനകൾ വാങ്ങി മടങ്ങി വരേണ്ടതിന് ആമേൻ അവിടെ നിന്ന് ആമേൻ ദൈവത്തോട് ആമേൻ യാചിച്ചു. ദൈവമായിരിക്കുന്ന കർത്താവ് ആമേൻ വിശകലനം എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്യുന്നില്ല, സമയം ഒത്തിരി കടന്നു പോകും. ആമേൻ. മോശ ആമേൻ ആമേൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും. അവിടെ പറയുന്നു 40 രാവും പകലും അവനൊന്നും കഴിച്ചില്ല, വെള്ളവും കുടിച്ചില്ല. ആമേൻ. മോശയെ കുറിച്ച് എന്താ പറയുന്നത്? അവനവിടെ നിന്ന് ആമേൻ കൽപ്പന വാങ്ങി അവൻ കടന്നു വരുമ്പോൾ വലിയ ആരവം കേൾക്കുന്നുണ്ട്. കാര്യം എന്താണ്? അഗരോനോട് പറഞ്ഞു, മോശ ആമേൻ കടന്നുപോയി, ഇതുവരെയും വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാൻ ഞങ്ങൾക്കൊരു ആമേൻ ദൈവത്തെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. കണ്ടോ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജനം ആമേൻ അവരുടെ ആശ ആമേൻ വളരെ വലുതായിരുന്നു. ഞങ്ങൾക്കൊരു മറ്റൊരു ദൈവത്തെ എന്ത് ചെയ്യണം, ഉണ്ടാക്കി തരണം. അങ്ങനെയാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ആമേൻ, എന്നെ മറക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യും, മറക്കും. പിന്നെ പറയുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അവൻ നിങ്ങൾ എന്ത് ചെയ്യും, കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല. ഈ ജീവനുള്ള ദൈവത്തെ ആര് മറക്കുന്നുവോ, എന്നെ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ, ചാരത്തും ദൂരത്തുമായി ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ആമേൻ, നിത്യനായിരിക്കുന്ന ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ, സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന കർത്താവിനെ ആര് മറക്കുന്നുവോ, ആമേൻ, സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന ഗോവയെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവേ. ഇത് കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുവേ, അവൻ നിങ്ങളെ കളയും. ആമേൻ. വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ദൈവത്തെ മറക്കുന്നവര് ആമേൻ ഇത് ഓർത്തുകളാണ് തിരുവചനത്തിൽ, ഈ ഓവണ പുസ്തകത്തിൽ ഇതൊക്കെയും എഴുതി വെച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒത്തിരി കാര്യം ആമേൻ കടന്നു പോകട്ടെ. ആമേൻ. വെളിപ്പാട് പുസ്തകം ആമേൻ 3:5 വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. അവർ യോഗ്യന്മാരാകയാൽ
അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുൻപിലും അവന്റെ പേര് ഏറ്റുപറയും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇതുവരെയും ഞാൻ യഹോവയുടെ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു ധരിപ്പിച്ചു കൊണ്ടേയിരുന്നു. ഇവിടെ പറയുന്നത് ആമേൻ കർത്താവായ യേശുവിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതായത് ആമേൻ വായിച്ച ഭാഗം ഒന്ന് പരിശോധിക്കുമ്പോൾ ആമേൻ വെളിപ്പാട് പുസ്തകം 3:5 പറയുന്നത്, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ, കണ്ടോ, ജീവപുസ്തകത്തിൽ നിന്ന് ആമേൻ മായ്ച്ചു കളയാതെ. ആമേൻ പ്രൈസ് ദി ലോർഡ്. യേശു പറയുകയാണ് ആമേൻ പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഈ ജീവപുസ്തകത്തിൽ നിന്ന് ആമേൻ പേര് മായ്ച്ചു കളയാതെ ആമേൻ എന്നോടൊത്ത് നടക്കുന്നവർ, ആമേൻ പ്രൈസ് ദി ലോർഡ്, വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് എന്നോടൊത്ത് നടക്കുന്നവര്, അവരുടെ പേര് ആമേൻ ഞാൻ എന്ത് ചെയ്യും? ജീവപുസ്തകത്തിൽ നിന്ന് ആമേൻ ഈ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിനോട് എന്ത് ചെയ്യും? ഏറ്റുപറയും. ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ആമേൻ. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേരെന്ത് ചെയ്യും? ഏറ്റുപറയും. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. നമ്മുടെയൊക്കെ പേര് എന്റെ പിതാവായ ദൈവത്തിന്റെ യഹോവയുടെ മുൻപാകെ പുത്രനായിരിക്കുന്ന, നമ്മുടെ രക്ഷിതാവായിരിക്കുന്ന, നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന, ചങ്കലച്ചോരത്തന്ന് നമ്മള് വിലക്ക് വാങ്ങിയ ആമേൻ പ്രൈസ് ദി ലോർഡ് ആ ഗാഗുൽത്താ മലമുകളിൽ നാണികളിന്മേൽ തൂങ്ങപ്പെട്ടവനായി ആമേൻ പ്രൈസ് ദി ലോർഡ് മുൾക്കിരീടധാരിയായി കൈകാലുകളിൽ ആണിത്തറയ്ക്കപ്പെട്ടവനായി ചങ്കലച്ചോര നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടവനായി ഗാഗുൽത്താ മലമുകളിൽ നിന്ന് അതിന്റെ താഴ്വാരങ്ങളിലേക്ക് ഒഴുകി വരുന്ന ആ രക്തം കൊണ്ട് നമ്മളെ വിലക്കി വാങ്ങിയ നമ്മളായിരിക്കുന്ന പ്രാണപ്രിയനായിരിക്കുന്ന യേശു കർത്താവ് പറയുകയാണ്. ആമേൻ. അദ്ദേഹം പറഞ്ഞത് എന്നാണ്? അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. ആമേൻ പ്രൈസ് ദി ലോർഡ്. മോശയോട് പറഞ്ഞത് യഹോവയായ ദൈവം പറഞ്ഞു ആമേൻ അവരുടെ പേര്, ആമേൻ എന്നെ മറക്കുന്നവരുടെ പേര്, എന്നെ അനുസരിക്കാത്തവരുടെ പേര്, എന്റേതായിരിക്കുന്ന നാമത്തെ ഉയർത്താത്തവരുടെ പേര്, എന്റേതായിരിക്കുന്ന ആമേൻ ജീവന്റെ ശക്തി ആമേൻ തിരിച്ചു കളയുന്ന മനസ്സിലാക്കാത്തതായിരിക്കുന്ന അവരുടെ പേര് ഞാൻ പുസ്തകത്തിൽ നിന്ന് എന്ത് ചെയ്യും? മായ്ച്ചു കളയും. ഇവിടെ യേശു പറയുന്നുണ്ട് നമ്മുടെ രക്ഷകൻ വീണ്ടും മേഘാരൂഢനായി മേഘങ്ങളിൽ കടന്നു വരുന്ന, മധ്യാകാശത്തിൽ കടന്നു വരേണ്ടുന്ന താമസം ഇന്ന് അത് സംഭവിക്കും. അതുകൊണ്ട് ആ കർത്താവ് പറയുകയാണ് ആമേൻ പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റുപറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമത്തിൽ, വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമത്തിൽ ചേർന്നോ നിൻ സവിദേവന്നോ ഹല്ലേലൂയ പാടുവാൻ, ചേർന്നോ നിൻ സവിദേവന്നോ ഹല്ലേലൂയ പാടുവാൻ. കന്യകയെപ്പോൾ ബുദ്ധിയുള്ള നിർമ്മല കന്യകയെപ്പോൾ ഊരുങ്ങും നീ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
കർത്താവിന്റെ തിരുനാമം ആമേൻ വീണ്ടും വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 3 ആമേൻ 5 6 എളുപ്പം വായിക്കാം. സമയം കടന്നു പോകുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 3 5 6. അന്ന് യെരൂശലേമിലും യഹൂദദേശക്കാര് ഒക്കെയും യോർദാന്റെ ഇരുകരയിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്നു തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. ഹല്ലേലൂയ. അവരുടെ പാപങ്ങളെ അവരെന്ത് ചെയ്തു? ഏറ്റു പറഞ്ഞു. ആമേൻ. ഒരു പാപി അവൻ മാനസാന്തരപ്പെട്ട് എന്ന് പറയുമ്പോൾ അവനിതായിരിക്കുന്ന പാപങ്ങളെ കുറിച്ച് ഏറ്റു പറഞ്ഞു കർത്താവിലേക്ക് അവനെ ഏൽപ്പിച്ചു കൊടുത്ത് ആമേൻ അവൻ സ്നാനപ്പെട്ട് ആമേൻ എഴുന്നേൽക്കുമ്പോഴാ അവൻ രക്ഷിക്കപ്പെടുന്നത്. അതാണ് ഇവിടെ എടുത്ത് ആമേൻ അവിടെ പറഞ്ഞത്. മത്തായി എഴുതിയ സുവിശേഷം 3 5 6 പറഞ്ഞത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12 8 ചിലത് വായിച്ച് നമുക്ക് ഓടിപ്പോകാനേ എക്സ്പ്ലനേഷൻ ചെയ്യുവാൻ കഴിയത്തില്ല, സഭയിൽ കുറവുള്ളതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസ് 12 8 വായിക്കാം. ആമേൻ. മനുഷ്യന്റെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റു പറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതനും ആകട്ടെ മുമ്പാകെ ഏറ്റു പറയും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി മൈക്കിൽ കൂടി വായിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മനുഷ്യന്റെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റു പറഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റു പറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെയൊക്കെ കുറിച്ച് ദൈവം ആമേൻ പിതാവായ ദൈവത്തോടും ആമേൻ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം അവിടെയുള്ള സ്വർഗീയ ദൂതന്മാരുടെ മുൻപാകെയും ആമേൻ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം നമ്മളെ കുറിച്ച് ആമേൻ ഈ ലോകത്തിൽ സർവ്വപേരും നമ്മളെ തള്ളിക്കളയുമ്പോ നമ്മളെ കുറിച്ച് ആമേൻ മറ്റു പലതും പറഞ്ഞു പരത്തുമ്പോ നമ്മളെ വിടക്കണ്ണ് എണ്ണ കളയുമ്പോ ചപ്പൻ ചവറമെന്ന് നമ്മളെ ആമേൻ പറഞ്ഞ് തരം താഴ്ത്തുമ്പോ ആമേൻ ഇവിടെ ആമേൻ നസ്രത്തിലെ യേശു കർത്താവ് പറയുന്നുണ്ട്. നമ്മുടേതായിരിക്കുന്ന കർത്താവ് നമ്മളെ കുറിച്ച് പിതാവിനോട് സ്വർഗത്തിലെ സർവ്വദൂതന്മാരുടെ മുമ്പിലോ നമ്മളെ കുറിച്ച് ഏറ്റു പറയും. ആമേൻ. ആമേൻ. ഇതെന്റെ മകനാണ്, ഇതെന്റെ മകളാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ ആമേൻ അവർ സ്നേഹിച്ചവരാണ്, എന്റെ വചനങ്ങളെ സൂക്ഷിച്ചവരാണ്, എന്റെ പിതാവിന്റെ കൽപ്പനകൾ അനുസരിച്ചവരാണെന്ന് പറഞ്ഞ് ആമേൻ അതൊക്കെ അത് മുറുകെ പിടിച്ച് മുമ്പിലോട്ട് പോയവരാണ്. കഷ്ടങ്ങൾ സഹിച്ച് നഷ്ടങ്ങൾ സഹിച്ച് ആമേൻ ഉപദ്രവങ്ങൾ ഏറ്റ് ആമേൻ നിന്ദകൾ ആമേൻ പഴികൾ ഏറ്റ് ആമേൻ പ്രൈസ് ദി ലോർഡ് പങ്കപ്പാടുകൾ സഹിച്ച് ആമേൻ എന്നെ എന്റെ പിതാവേ പരിശുദ്ധനെയും ആരാധിച്ച് ആമേൻ ഭൂമുഖത്ത് ജീവിച്ചവരാണിവർ. ആമേൻ എന്ന് നമ്മളെ കുറിച്ച് എന്ത് ചെയ്യും? ഏറ്റുപറയും. എളുപ്പം ചില ആമേൻ വാക്യങ്ങൾ കൂടെ വായിച്ച് എന്നെ സഹായിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1 2 3 4 5 വാക്യം വരെ ഉണ്ടത്. വെളിപ്പാട് പുസ്തകം ആമേൻ 5-ാം അധ്യായം 1 മുതൽ 5 വരെ. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളവനായി 7 മുദ്രയാൽ മുദ്രയിട്ടെന്ന പുസ്തകം കണ്ടു. ഒരു പുസ്തകം കണ്ടു. മുദ്ര ഇടപ്പെട്ട ഒരു പുസ്തകം. സ്തോത്രം. ഞാന് യഹോവയുടെ പുസ്തകത്തിൽ നിന്ന് ആമേൻ തുടങ്ങി ഇങ്ങോട്ട് കടന്നു വരുന്നത്. അതുകൊണ്ട് ഒത്തിരി പുസ്തകങ്ങളുണ്ട്. ആമേൻ എല്ലാം പറയാൻ പറ്റാത്തോണ്ട് അതൊക്കെ വിട്ട് ഇങ്ങോട്ട് കടന്നു വന്ന് പറയുകയാണ്. ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളോ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെ കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പിന്നെ പുസ്തകം തുറന്ന്
ആ അത് നോക്കുവാനെങ്കിലും ആ യോഗ്യനായി ആ ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. കണ്ടോ, യഹോവയുടെ ആയിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് ഇങ്ങോട്ട് ആമേൻ ആ പുസ്തകം തുറന്ന് വായിപ്പാൻ തക്കവണ്ണം ആമേൻ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിൽ ഒന്നും ആരെയും തീർന്നില്ല, കണ്ടില്ല താനും. ആ മഹാ ആമേൻ വീരനായ ആമേൻ പ്രശക്തനായ ദൂതൻ വിളിച്ച് ചോദിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ ആമേൻ അത്യുന്നതനായ ദൈവത്തിൻ്റെതായിരിക്കുന്ന ഈ ഭാഗങ്ങൾ തിരുവചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യം ആമേൻ വെളിപ്പാട് പുസ്തകത്തിൻ്റെതായിരിക്കുന്ന ആമേൻ ഇത് ആമേൻ എഴുതപ്പെട്ട യോഹന്നാനെ കുറിച്ച് ആമേൻ അതിൻ്റെതായിരിക്കുന്ന ആമേൻ പ്രൈസ് ദി ലോർഡ് ഒരു മുഖവര ആമേൻ നിങ്ങളോട് പറഞ്ഞ് ആമേൻ മനസ്സിലാക്കിക്കണമെന്ന് എനിക്ക് വലിയ ആശയമുണ്ടെങ്കിലും സമയഭേദം നിമിത്തം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മറ്റൊരു ഭാഗം കൂടി ആമേൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ ആമേൻ 18-ാമത്തെ വാക്യം ഒരാൾക്ക് വായിച്ച് സഹായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 18-ാമത്തെ വാക്യം. അന്നാളിൽ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിന്റെ പരിശുദ്ധത്തിൽ ആനന്ദിക്കുകയും ചെയ്യും. മതി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ചകിതന്മാർ എന്ത് ചെയ്യും? കേൾക്കും. കുരുടന്മാർ കാണും. അവളെ കാഴ്ചയില്ലായ്മയൊക്കെ എന്ത് ചെയ്യും? മാറിപ്പോകും, നീങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവരെല്ലാവരും ഇതെന്ത് ചെയ്യും? കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമെന്ന ദൈവത്തിന്റെ വചനം അവിടെ വ്യക്തമായി പറയുന്നത്. ആമേൻ. യഹോവയുടെ പുസ്തകത്തിൽ നിങ്ങൾ അന്വേഷിച്ചു വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതെ ഇരിക്കയില്ല എന്ന് ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ. വെളിപ്പാട് പുസ്തകം 20-12 വായിക്കാം. വെളിപ്പാട് പുസ്തകം ആമേൻ 20-12 വായിക്കാം. സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. മരിച്ചവരിൽ ആബാലവൃത്തം എന്ത് ചെയ്യുന്നു? സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ട് പുസ്തകങ്ങൾ തുറന്നു. കണ്ടോ? ആമേൻ. അവിടെ പുസ്തകങ്ങൾ തുറക്കുകയാണ്. യഹോവയുടെ സന്നിധിയിൽ ആമേൻ യഹോവയുടെ പുസ്തകങ്ങൾ ആമേൻ അവിടെ തുറക്കപ്പെടുകയാണ്. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ ആമേൻ എഴുതിയിരിക്കുന്നത് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് തക്ക ന്യായവിധി ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഓരോ ഘട്ടമായിട്ടാണ്. അതിന്റെ 14-15 വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പെട്ടെന്ന് വായിച്ചു വിടാം. ആമേൻ. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ട് ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഇനി അടുത്ത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഏത് രാജ്യത്തിലെ ഏത് പ്രമുഖനായാലും ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏതൊരു രാജാവായാലും ഏതൊരു ചക്രവർത്തിയായാലും ഏതൊരു മിടിമിടുക്കനായാലും ഇനി ആരെന്ന് പറഞ്ഞാലും ആമേൻ എന്തെന്നൊക്കെ പറഞ്ഞാലും ഇവിടെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ആമേൻ ഏതൊരു വ്യക്തിയായാലും ആമേൻ ജീവപുസ്തകത്തിൽ പേരെഴുതി കണ്ടില്ലെങ്കിൽ, ജീവപുസ്തകത്തിൽ പേർ ചാർത്തപ്പെട്ടില്ലെങ്കിൽ ആമേൻ ദൈവവചനത്തിൽ പറയുന്നു ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗ്ഗവും നരകവും ഉണ്ടെന്ന്
ആമേൻ വാന നിരീക്ഷണ അല്ലെങ്കിൽ ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാരെ സയന്റിസ്റ്റുകളെ കുറിച്ച് നമ്മൾ അവരോടൊന്ന് ചോദിച്ചാൽ അവർ പറയപ്പെടുന്നുണ്ട്. ആമേൻ പ്രൈസ് ദി ലോർഡ്. കണ്ണഞ്ചിപ്പിക്കുന്നതായിരിക്കുന്ന ഏതോ ഒരു ഗോളം, ഹല്ലേലൂയ, ആമേൻ പ്രൈസ് ദി ലോർഡ്, കെട്ടണം അവിടെ. അതാ പറയുന്നിരിക്കുന്നു, നമ്മുടെ ധാരിക്കുന്ന തിരുവചനത്തിൽ പറയുന്നത് നീതി സ്വച്ഛ സ്ഫടിക തങ്ക തുല്യ നിർമ്മിതമായിരിക്കുന്ന ഒരു പട്ടണം. പ്രൈസ് ദി ലോർഡ്. അവരത് വളരെ അവർ സമ്മതിക്കുകയാണ്. ആമേൻ. ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നോ. ആമേൻ. സ്വർണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഇപ്പോ ആമേൻ എല്ലാ രാജ്യങ്ങളിലും അവിടങ്ങളിലായി ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാരും അവരുടെ ധരിക്കുന്ന പരീക്ഷണം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അട്ടിക്കണക്കിന് കിലോമീറ്ററോളം സ്വർണം ഇരിക്കുന്നുണ്ട്. അവര് പറയുകയാണ് സ്വർണത്തിന്റെ വില ഇടിഞ്ഞു പോകുമെന്ന്. നിങ്ങളുടെ ഈ വാട്സാപ്പോ യൂട്യൂബോ ഇങ്ങനെയൊക്കെ ഉള്ള അതിലേക്ക് നോക്കിയാൽ അത് വ്യക്തമായി കാണുവാൻ തക്കവണ്ണം കഴിയും പ്രിയരെ. ആമേൻ. സ്വർണ്ണ കനികളെ കുറിച്ച് പറയുകയാണ്. സ്വർണത്തിന് ഇവിടെ വിലയില്ലാതെ വരുമെന്ന് വേദപുസ്തകം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അവിടെ പറയുന്നുണ്ട് ഈ സ്വർണ്ണമൊക്കെ എന്തായി തീരും, വൃത്തികെട്ടതായി തീരുമെന്നാണ് പറയുന്നത്. ഈ സ്വർണങ്ങളൊക്കെ എന്ത് ചെയ്യും, മലമായി തീരുമെന്നും വേദപുസ്തകം തെളിവ് തരികയാണ്. ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുകയാണ് ഇത് ആമേൻ വിലയില്ലാതെ വരും, ആമേൻ ആർക്കും വേണ്ടാതെ വരുമെന്ന്. ഇന്ന് വില കൊടുത്തൊക്കെ പൊന്നുപോലെയൊക്കെ അങ്ങ് അടച്ച് വെട്ടി സൂക്ഷിച്ചിരിക്കുന്നവരുണ്ടല്ലോ. ആമേൻ ഇതൊക്കെ പിന്നീട് എടുത്ത് ദൂരെ എറിയേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിനാമം വാഴ്ത്തപ്പെടും പറയട്ടെ. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഇനി 7 മിനിറ്റ് കൂടിയാണ് എന്റെ മുമ്പിൽ ശേഷിക്കുന്നത്. അതുകൊണ്ടാണ് അതിവേഗം കടന്നു പോകുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആമേൻ 20 ആയിരിക്കുന്ന ആ 11, 12, 13, 14 ആമേൻ ഇമ്പോർട്ടന്റ് ആയിട്ട് 15 കൂടി വായിച്ച് അവസാനിപ്പിക്കാം. ആമേൻ. വെളിപ്പാട് പുസ്തകം തീപ്പൊയ്കൾ എന്ത് ചെയ്യും, തള്ളിയിടും. ആമേൻ പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ആരെയും എന്ത് ചെയ്യും, തീപ്പൊയ്കയിൽ തള്ളിയിടും. കാരണം മാനസാന്തരപ്പെട്ടില്ലെങ്കിലാണ്. മാനസാന്തരപ്പെട്ടാൽ ആമേൻ ആ ഒരു തീപ്പൊയ്കയിൽ നമ്മൾ വീഴേണ്ടി വരത്തില്ല. ആമേൻ പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം അവസാനത്തെ 22-ാം അധ്യായം അതിലായിരിക്കുന്ന 17, 18, 19 വായിച്ച് അവസാനിപ്പിക്കാം. എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റി മറിച്ചൊക്കെ ആമേൻ കള്ളപ്രവചനങ്ങളോ മറ്റും ആമേൻ ഇതിൽ നിന്ന് മാറ്റിമറിച്ച് പറയുകയോ എടുക്കുകയോ ചെയ്താൽ ദൈവം പറയുന്നു ആമേൻ പ്രൈസ് ദി ലോർഡ് സ്തോത്രം, അവനെന്ത് ചെയ്യും, ആമേൻ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ ദൈവം അവന് വരുത്തും. അത് ഈ പ്രവചന പുസ്തകത്തിലെ പ്രവചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം എന്ത് ചെയ്യും, നീക്കിക്കളയും. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആമേൻ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ ദൈവം തള്ളിയിടുമെന്ന് ദൈവവചനത്തിൽ ആമേൻ യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിമിത്തമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ. അവയിലൊന്നിനും ഇണയായത് ഇണയില്ല, ആമേൻ ഇല്ലാതിരിക്കയില്ല. യഹോവയുടെ വായല്ലോ
ഇത് ആമേൻ അരുളി ചെയ്തിരിക്കുന്നത്. ഈ തിരുവചന സത്യത്താൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചു ആശീർവദിക്കട്ടെ. ഇത്രയും സമയം എന്നെ ചാരത്തും ദൂരത്തുമായി ഇന്ന് ശ്രവിച്ചു കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തേശുവിൽ ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേക ഇങ്ങനെ ഒരു സന്ദർഭം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ ഗിലീഫിനും ആമേൻ കുടുംബത്തിനും ആമേൻ മക്കൾക്കും ആമേൻ പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ആമേൻ പ്രോമിസ് ലാൻഡിൻ്റെതായിരിക്കുന്ന ആമേൻ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അംഗങ്ങളായിരിക്കുന്നവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തി ആമേൻ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.